മാരുതിയുടെ ജനപ്രിയ മോഡലായ സ്വിഫ്റ്റിന്റെ ഓട്ടോമാറ്റിക് ഒരു കാറുമായിട്ടാണ് ഇന്ന് നമ്മളെ വീഡിയോ തുടങ്ങുന്നത്. 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു സ്വിഫ്റ്റ് ZXi+, ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റിൽ വരുന്ന വാഹനമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനം റെഡ് കളറിലാണ് വരുന്നത്. ഇതിന് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ്, അതേപോലെ തന്നെ ഡേ നൈറ്റ് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് വരുന്നത് ഫ്രണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത്. നമുക്ക് വാഹനത്തിൽ ആക്സിഡന്റ് ഹിസ്റ്ററികളോ റീപ്ലേസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. വാഹനത്തിന്റെ ഫുൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. മിററിലെ ഇൻഡിക്കേറ്റർ വാഹനത്തിന്റെ ZXi+ ആയതുകൊണ്ട് അതേപോലെ തന്നെ അലോയ് വീൽ ഈ വാഹനത്തിന് നല്ല അടിപൊളി അലോയ് വീലാണ് കമ്പനി ചെയ്തിട്ടുള്ളത്. വാഹനത്തിന്റെ റൈറ്റ് സൈഡ് ഡോർ പരിശോധിക്കുന്ന സമയത്ത് റീപ്ലേസ്മെന്റോ അതുപോലെ തന്നെ പേസ്റ്റിൽ പൊട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരും. ZXi+ ആയതുകൊണ്ട് കമ്പനി ഇൻബിൽറ്റഡ് നാവിഗേറ്റഡ് സ്റ്റീരിയോ ആണ് വാഹനത്തിന് വരുന്നത്. ഡുവൽ എയർ ബാഗ് വരും. ഓട്ടോ ക്ലൈമറ്റ് AC ആണ് ZXi+ വരുന്നത്. ഇതിൽ അതുപോലെ തന്നെ സ്പോർട്ടി സ്റ്റിയറിംഗ് വിത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ വാഹനത്തിൽ വരുന്നുണ്ട്. ബട്ടൺ സ്റ്റാർട്ട് ആണ് വരുന്നത്. റിയൽ ഡോർ പരിശോധിക്കുന്ന സമയത്ത് ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. മേജർ ഇഷ്യൂസ് ഒന്നും ഈ വാഹനത്തിലില്ല. റെഡ് കളർ ആയതുകൊണ്ട് നല്ല വൃത്തിയുള്ള വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം സ്പോയിലർ അഡീഷണൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. റിവേഴ്സ് സെൻസർ വരുന്നത്, അതേപോലെ തന്നെ ക്യാമറ വരുന്നുണ്ട്. ഈ വാഹനത്തിന്റെ റിയറില് നമ്മൾ നോക്കുന്ന സമയത്ത് ബൂട്ട് പരിശോധിക്കാം. വാഹനത്തിന്റെ സ്പെയർ വീൽ 0 കിലോമീറ്ററാണ് റൺ ചെയ്തിട്ടുള്ളത്. ഓടാത്തൊരു സ്പെയർ വീൽ വാഹനത്തിനുണ്ട്. ഒരു ഫാസിലിറ്റർ വരുന്നത്, ഡീഫോഗർ വരുന്നത്, റിയർ വൈപ്പർ വരുന്നുണ്ട്. ഇതെല്ലാം ZXi വരുന്ന ഫീച്ചേഴ്സ് വരുന്ന വാഹനം തന്നെയാണ്. ക്യാമറ കമ്പനി വരുന്നതാണ്. അലോയ് വീൽ ആണെന്നുണ്ടെങ്കിൽ ഡയമണ്ട് കട്ട് അലോയ് ആണ് വരുന്നത്. അതുപോലെ നല്ലൊരു സീറ്റ് കവർ വാഹനത്തിൽ വരുന്നുണ്ട്. വാഹനത്തിന്റെ ലെഫ്റ്റ് ബാക്ക് ഡോർ പരിശോധിക്കുന്ന സമയത്ത് റീപ്ലേസോ അതുപോലെ തന്നെ പേസിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ വാഹനം ഉപയോഗിച്ചിട്ടുണ്ട്. വാഹനം ഫസ്റ്റ് ഓണർഷിപ്പിലാണ്. കമ്പനി പ്രോപ്പർ സർവീസിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഡോറിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് അത്യാവശ്യം മൈലേജുള്ള വാഹനമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുന്ന കാറുകൾ നോക്കുന്ന ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് നമ്മുടെ സ്വിഫ്റ്റ്. ഇനി നമുക്ക് എഞ്ചിൻ റൂം പരിശോധിച്ചിട്ട് അതിന്റെ കാര്യങ്ങളും കൂടി നോക്കാം. എഞ്ചിൻ റൂം നമ്മൾ ആപ്രോണിന്റെ സൈഡ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ബോണറ്റിലോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു പാർട്ടിലും വേറെ മേജർ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ വന്നിട്ടില്ല. നിങ്ങൾക്ക് ലൈവായിട്ട് നമ്മൾ ഈ വീഡിയോ കറക്റ്റ് കാണിക്കുന്നത് ഇതിന്റെ എഞ്ചിൻ റൂം ആണെങ്കിൽ മറ്റുള്ള ഭാഗങ്ങൾ കറക്റ്റ് കാണിക്കുന്നത് ഈ കാർ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാൻ വേണ്ടി മാത്രമാണ് ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു സ്വിഫ്റ്റ് തന്നെയാണ് കാണിച്ചിരുന്നത്. അതിൽ നമ്മൾ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് മറുപടി പറയുന്ന ഒരാൾക്ക് ഒരു ഡൈകാസ്റ്റ് കാർ നമ്മൾ സമ്മാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വിജയം നമ്മൾ ഈ വീഡിയോയിൽ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ ഡൈകാസ്റ്റ് പ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. അതിന് മുമ്പ് നമുക്ക് ആ കാറൊന്ന് കാണാം. ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് 1965 മോഡല് ഷവർലെന്റ് ഇംബാല എന്നുള്ള കാറാണ്. നല്ല ക്യൂട്ടായുള്ള ഡിസൈനാണ്. വളരെ റെയർ ആയിട്ടുള്ളൊരു പീസ് തന്നെയാണ്. ഈ വാഹനമാണ് നമ്മൾ ഇന്നത്തെ വിജയി കൊടുക്കുന്നത്. നമ്മളെ യൂട്യൂബിൽ നമ്മളെ സബ്സ്ക്രൈബറായ ഫാത്തിമ എന്ന ആളാണ് ഇന്ന് നമുക്ക് ഈ സമ്മാനം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ആരാണെന്നുണ്ടെങ്കിൽ ട്രൂലെക്റ്റിന്റെ ഇൻഫോ ലൈനിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഇന്ന് നമ്മൾ കാണിച്ച സ്വിഫ്റ്റ് വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്, പുതിയ ഇൻഷുറൻസ് ഫുൾ കവർ എടുത്തിട്ട് 5,95,000 രൂപയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്. ഈ വാഹനം വാങ്ങാൻ താല്പര്യമുള്ളത് താഴെ കൊടുത്തുള്ള നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ട്രൂലെക്റ്റിന്റെ സ്റ്റോക്കുകൾ മറ്റ് വിവരങ്ങളെല്ലാം അറിയുന്നതായിട്ട് ട്രൂലെക്റ്റിന്റെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, വാഹനവുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുക. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അപ്പൊ ഇന്നത്തെ നമ്മളെ ഡൈകാസ്റ്റ് കാറിനുള്ള ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് വർഷമാണ് ട്രൂലെക്റ്റ് നമ്മൾ സ്ഥാപിച്ചത് എന്നുള്ളതാണ്. ആ വർഷം നിങ്ങൾ കമന്റ് ചെയ്യുക. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്കാണ് നമ്മൾ സമ്മാനം നൽകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്ത കാർ സ്വന്തമാക്കാൻ നോക്കൂ. അപ്പൊ അടുത്ത വാഹനവുമായി കാണാം. ബൈ.